നമുക്ക് എഴുന്നേറ്റുന്നുണ്ട് യേശുവേ എന്ന് വിളിക്കാം. എഴുന്നേറ്റുന്നുണ്ട്. ആരാധന ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ പരകുളിയാർത്തി പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വരി ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വരിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ ആരാധിച്ചിടും. ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയിൽ കെട്ടുകൾ അണിയും ആരാധന കോട്ടകൾ തകരും പാതകൾ ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകൾ അടിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും പാതകളൊടിയും ആരാധനയെങ്കിൽ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതർ മോചിതനായല്ലോ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ സാത്താൻ സാത്താൻ ദൂരെ പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ സാത്താൻ സാത്താൻ ദൂരെ പോകട്ടെ. ഹല്ലേലൂയ 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 ഒറ്റവിളിച്ചോ. എല്ലാവരും കരമയ്യോട്ട് കഴിച്ച് അടിമച്ചങ്ങല പൊട്ടട്ടെ സുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ സുനാമത്തിൽ പാവച്ചങ്ങല പൊട്ടട്ടെ സുനാമത്തിൽ പാവച്ചങ്ങല പൊട്ടട്ടെ സുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ സുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ സുനാമത്തിൽ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ആത്മശക്തിയെ മഴയായി പെയ്തിറങ്ങി വാ, മഴയായി പെയ്തിറങ്ങി വാ. സ്വർഗീയക്തിയെ മഴയായി പെയ്തിറങ്ങി വാ, മഴയായി പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ മഴയായി പെയ്തിറങ്ങി വാ, മഴയായി പെയ്തിറങ്ങി വാ. സ്വർഗീയക്തിയെ മഴയായി പെയ്തിറങ്ങി വാ, മഴയായി പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ. കൃപയായി പെയ്തിറങ്ങി വാ, കൃപയായി പെയ്തിറങ്ങി വാ, കൃപയായി പെയ്തിറങ്ങി വാ, കൃപയായി പെയ്തിറങ്ങി വാ. കരുണയായിരിക്കണേ യേശുവേ. പെന്തക്കോസ്താനാളിലെ ആ മാളിക മുറി ഭക്തിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്താനാളിലെ ആ മാളിക മുറി ആരാധിക്കുന്നു. ഭക്തിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, ഭക്തിനാ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴയായി പെയ്തിറങ്ങി വാ, മഴയായി പെയ്തിറങ്ങി കൃപയായി പെയ്തിറങ്ങി. ഒരു ഹൃദയത്തോടെ ആരാധിക്കാം. ഭാവ്യങ്ങെ ആരാധിക്കുന്നു. എല്ലാവരും ഈശോ ആരാധിക്കുന്നു. ഈശോയെ നമ്മൾ സ്നേഹിക്കാം, മനസ്സുകൊണ്ട് സ്നേഹിക്കാം. ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ഈശോ കൊടുക്കാം. ദൈവാരാധനയിൽ വളരാം. And yours the kingdom, the power, yours the glory forever. Amen. And yours the kingdom, the power, the glory forever. Amen. And yours the kingdom, the power, the glory forever. Amen.
കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങ് സ്തുതിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി പിടിച്ച് സ്തുതിക്കുന്ന ആരാധന. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ കണ്ണടച്ച് വചന ഹൃദയത്തിൽ സ്വീകരിച്ച് ആരാധിക്കണം. ഈശോയുടെ സാന്നിധ്യം, ദൈവഭയം ഉണ്ടാകട്ടെ. ദൈവഭയം, ദൈവവിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം ആഴപ്പെടട്ടെ. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നേശ്വരം ചോദിച്ചു, ഹേ ശദ്രാഖ്, മെഷാഖ്, അബദ്നഗോ, നിങ്ങളെൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ പിരിയുന്ന തേച്ചൂളയിൽ എറിഞ്ഞു കളയും. വേദദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ശദ്രാക്കും മെഷാക്കും അബദ്നഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടെ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. ശദ്രാക്കിനും മെഷാക്കിനും അബദ്നഗോയ്ക്കും നേരെ കോപം കൊണ്ട് നിറഞ്ഞ നബൂഖദ്നേസറിന്റെ മുഖഭാവം മാറി. ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് എറിയാൻ വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പടയാളികൾ അവരെ അങ്കി, തൊപ്പി, മറ്റു വസ്ത്രങ്ങൾ എന്നിവയോടെ ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നത് കൊണ്ട് ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും ചൂളയിലേക്ക് കൊണ്ടുവന്നവരെ തീജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. അവരെ ആ സമയം അസ്രിയയോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ് കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അതവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അസീറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് സ്തുത്യർഹനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ പ്രവർത്തികൾ സത്യസന്ധവും മാർഗം നീതിനിഷ്ഠവുമാണ്. ഞങ്ങൾ നിയമം ലംഘിച്ച് പാപത്തിന് മുഴുകി ഞങ്ങൾ അങ്ങിൽ അകന്നുപോയി. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല. ഞങ്ങളവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത്. ഞങ്ങളുടെ മേലങ്ങ് വരുത്തിയവയെല്ലാം, ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെയായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യന്തം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേലിരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്ക് സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ സിംഹാസനത്തിന് ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവിൻ്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിക്ക് പാടുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിന് ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ആകാശനിമുകൾ ജലസഞ്ചയമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ.
ആകാശ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. നബൂഖദ്നേസർ പരിഭ്രമിച്ച് പടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-മത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലിരിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് അങ്ങേ ആരാധിക്കുന്ന മക്കളുടെ അടുക്കലേക്ക് ദൈവദൂതന്മാരെ അയക്കണമേ. അങ്ങേ ആരാധിക്കുന്നവരുടെ കുടുംബങ്ങളിലേക്ക് ദൈവദൂതന്മാരെ അയച്ച് ബന്ധനങ്ങൾ അടിച്ചു മാറ്റണമേ. സത്യാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണമേ. മാലാഖമാരെ അയക്കണമേ. റഫായേൽ മാലാഖ പ്രവർത്തിക്കുന്ന സമയമാണിത്. മിഖായേൽ മാലാഖ പ്രവർത്തിക്കുന്ന സമയമാണിത്. ഗബ്രിയേൽ ദൈവദൂതൻ പ്രവർത്തിക്കുന്ന സമയമാണിത്. ദൈവദൂതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്ന സമയമാണിത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ രക്ഷിക്കുന്ന സമയമാണിത്. പൈശാചിക ശക്തിയിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണിത്. രോഗപീഠയെ മോചിപ്പിക്കുന്ന സമയമാണിത്. പാപത്തിന്റെ പീഡയെ മോചിപ്പിക്കുന്ന സമയമാണിത്. മന്ത്രവാദ ശുദ്രവിധികളെ തകർക്കുന്ന സമയമാണിത്. രോഗപീഠകൾ എടുത്തുമാറുന്ന സമയമാണിത്. കുടുംബ തകർച്ചകൾ എടുത്തുമാറുന്ന സമയമാണിത്. എല്ലാ മേഖലയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയമാണിത്. സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് അഭിഷേകം കിട്ടുകയാണ്. ഒറ്റ വിളിച്ചോ. അപ്പോസ്തല പ്രവർത്തനം 16:25 മുതൽ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസ് ശീലാസ് സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസ് ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന് അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലും തുറക്കപ്പെട്ടു. എല്ലാവരുടെ ചങ്ങലകൾ അടിഞ്ഞു വീണു. ഈശോ മിശിഹായ ദൈവവും കർത്താവുമായി അംഗീകരിച്ച് വിശ്വസിച്ച് എന്നേക്കുമായി പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എല്ലാ തെറ്റായ പ്രബോധനങ്ങളെയും തെറ്റായ കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊണ്ട് സത്യസഭയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്ന സമയത്ത് മാലാഖമാരോടും വിശുദ്ധരോട് ചേർന്ന് ദൈവത്തെ സത്യദൈവത്തെ ആരാധിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോടും 12 അപ്പസ്തലന്മാരോട് ചേർന്ന് ആരാധിക്കുമ്പോൾ ദൈവദൂതന്മാർ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ബന്ധനമഴിക്കും. സത്താന്റെ കെട്ടഴിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ വിളിച്ചോയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു പോയി. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു പോയി. ഞങ്ങളുടെ മാതാപിതാക്കളും പാപം ചെയ്തു പോയി. ഞങ്ങളുടെ പൂർവികർ പാപം ചെയ്തു പോയി. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പാപം ചെയ്തു പോയി. ഞങ്ങൾ അഹങ്കാരം കൊണ്ട് നിറഞ്ഞവരാണ്. ഞങ്ങൾക്ക് അസൂയുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് വെറുപ്പുണ്ട് കർത്താവേ. കർത്താവേ, ഞങ്ങൾ അങ്ങനെ നിന്ദിച്ചിട്ടുണ്ട്. സത്യവിശ്വാസത്തിന് വിരുദ്ധമായി ഞങ്ങൾ മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും ഭവനങ്ങളിലേക്ക് പോയി. കർത്താവേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വിരുദ്ധമായിട്ട് പെരുമാറി. പരിശുദ്ധ കുർബാനയ്ക്കെതിരെ പാപം ചെയ്തു. പരിശുദ്ധ സഭയ്ക്കെതിരെ പാപം ചെയ്തു. ഞങ്ങളെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂസാരമെന്ന കൂദാശയെ ഞങ്ങൾ അവഹേളിച്ചു. കർത്താവെ, അങ്ങ് തിരഞ്ഞെടുത്ത് നിയോഗിച്ച അങ്ങയുടെ അഭിഷിക്തരെ ഞങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ മാതാപിതാക്കളെ പീഡിപ്പിച്ചിട്ടുണ്ട്. കുടുംബങ്ങളിൽ വലിയ തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവെ, 1-ാം പ്രമാണം ലംഘിച്ച് ഞങ്ങൾ അതിന് ഫലമായി ഞങ്ങൾ ഇന്ന് എല്ലാ പ്രമാണങ്ങളും ലംഘിച്ച് പാപത്തിൻ്റെ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു പോകുന്നു. വ്യഭിചാരശാലകളിൽ ജീവിക്കുന്നു. മദ്യശാലകളിൽ ജീവിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നു. കർത്താവെ, ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഫലം കിട്ടുന്നില്ലെന്ന് ഞങ്ങൾ പറയുന്നു. കർത്താവെ, ഞങ്ങൾ കണ്ണുനീരോടെയാണ് ജീവിക്കുന്നത്. ദൈവമേ, അങ്ങേക്ക് കൊടുക്കേണ്ട സ്ഥാനം ഞങ്ങൾക്ക്. പണത്തിനും പേരിനും പെരുമയ്ക്കും ഞങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുന്നു. ഞങ്ങൾ ദൈവമേ, അങ്ങേപ്പോൾ ഞങ്ങൾ ദുരുപയോഗിക്കുന്നു. പണമുണ്ടാക്കാനുള്ള കാഴ്ചപ്പാടോടെ ഞങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടുന്നു. ദൈവമേ, എല്ലാത്തിനും ഞങ്ങൾ പണം നേടുന്നത് നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവാരാധന ഞങ്ങൾ മാറ്റിവെച്ചു. ഞങ്ങൾ സത്യവിശ്വാസങ്ങൾ വ്യതിചലിച്ചു പോയി. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. 3 ബാലന്മാർ പറഞ്ഞതുപോലെ പറയാൻ കൃപ തരണമേ. കർത്താവേ, ഞങ്ങൾ അവിടുന്ന് രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്നെയോ നീ നിർമ്മിച്ച വിഗ്രഹത്തെ ആരാധിക്കുകയില്ല എന്ന്
പറയുന്ന വിശ്വാസത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് തരണേ കർത്താവേ. അടിയുറച്ച വിശ്വാസത്തെ ഞങ്ങൾ വളർത്തണേ കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട കൃപ മാത്രം മതി കർത്താവേ. കർത്താവേ, ഞാൻ കൃപ മതി കർത്താവേ. ഞങ്ങൾ തിരഞ്ഞെടുക്കണേ കർത്താവേ. ഞങ്ങളുടെ ജീവിത പത്രോസിനെ തിരഞ്ഞെടുത്തതുപോലെ തിരഞ്ഞെടുപ്പ് മതി കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ കിട്ടണം കർത്താവേ. ഈശോയെ, അങ്ങേ സ്വന്തമാക്കാനുള്ള കൃപ തരണം കർത്താവേ. ഈശോയെ, അങ്ങേ ഞങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവേ. പത്രോസ് ചെയ്തപോലെ വള്ളവും വലയും മത്സ്യവും എല്ലാം ഉപേക്ഷിച്ച് കർത്താവേ നിന്റെ പിന്നാലെ വരാനുള്ളത് നിന്റെ ഭാഗമാണ് കൃപ തരണം കർത്താവേ. ലൗകിക വസ്തുക്കളെക്കാൾ ദൈവമേ നിന്നെ സ്നേഹിക്കാനുള്ള അനുഗ്രഹം തരണമേ. കൃപയുടെ മക്കളാക്കി മാറ്റണേ കർത്താവേ. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടുത്തണേ കർത്താവേ. പൗലോസ്ലീഹ തിരഞ്ഞെടുത്തപോലെ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ കർത്താവേ. ദൈവാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്തണേ കർത്താവേ. ഒറ്റ വിളിശോയേ. ബന്ധനങ്ങൾ പൊട്ടിക്കണം കർത്താവേ. ദൈവദൂതന്മാർ, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, മാലാഖമാര് ഞങ്ങളുടെ ബന്ധനങ്ങൾ എടുത്ത് മാറ്റിത്തരണമേ. അഗ്നിയിലൂടെ കടന്നുപോയി ഞങ്ങൾ രക്ഷിക്കണം. സാത്താൻ ഞങ്ങളെ പീഡിച്ചിട്ടുണ്ട്, സാത്താൻ ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. ദൈവദൂതന്മാരെ ഇറങ്ങി വന്നിട്ട് ബന്ധനം അഴിക്കണം. കുടുംബത്തിലെ രോഗങ്ങൾ എടുത്ത് മാറ്റി തരണമേ. പാപബന്ധനം അഴിച്ച് മാറ്റി തരണമേ. ജീവിത പങ്കാളിയിലെ ബന്ധനം അഴിച്ച് മാറ്റണമേ. മക്കളിലെ പൈശാചിക ബന്ധനം അഴിച്ച് മാറ്റി തരണമേ. കുടുംബത്തിലുള്ള പൈശാചിക ബന്ധനം അഴിച്ച് മാറ്റി തരണമേ. മദ്യപാനത്തിൻ്റെ ബന്ധനം അഴിച്ച് മാറ്റി തരണമേ. പുകവലിയുടെ ബന്ധനം അഴിച്ച് മാറ്റി തരണമേ. മയക്കുമരുന്നിൻ്റെ ബന്ധനം അഴിച്ച് മാറ്റി തരണമേ. തകർച്ചകളുടെ ബന്ധനം അഴിച്ചു മാറ്റി തരണമേ. അഹങ്കാരത്തിൻ്റെ ബന്ധനം അഴിച്ചു മാറ്റി തരണമേ. അന്ധവിശ്വാസങ്ങളുടെ ബന്ധനം അഴിച്ചു മാറ്റി തരണമേ. സഭയുടെ മേലുള്ള അന്ധവിശ്വാസങ്ങളുടെ ബന്ധനം അഴിച്ചു മാറ്റി തരണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിലെ ദേശത്തുള്ള എല്ലാ പൈശാചിക ആത്മാക്കളെ 1-3-22 ഞാൻ ബന്ധിക്കുന്നു. ഞങ്ങൾ പ്രവർത്തിക്കുന്ന അനുസരണക്കേണ്ട ആത്മാക്കളെ ബന്ധിക്കുന്ന ഈ മക്കൾക്കെതിരെ ഇവർ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദങ്ങൾ, എല്ലാത്തിനും മന്ത്രവാദ ക്ഷുദ്രപ്രയോഗങ്ങൾ, ആഭിചാര പ്രവർത്തനങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ, ബ്ലാക്ക് മാസുകൾ, സൈറ്റൻ വർഷിപ്പുകൾ, സാത്താനെ ആരാധന ബന്ധനങ്ങൾ, ആ പൈശാചിക ശക്തികളുടെ ബന്ധനത്തിൽ കഴിയുന്ന ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട ഏതെങ്കിലും മകനോ മകളോ ഈ സമൂഹത്തുണ്ടെങ്കിൽ ആ മകൻ്റെ മേലും മകളുടെ മേലും ബന്ധനം അടിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം 107:16-20 ഇപ്പോൾ ഈ മക്കളിലുള്ള എല്ലാവരുള്ള പൈശാചിക ചങ്ങലകളെ അഴിച്ചു മാറ്റുന്ന സങ്കീർത്തനം 107:16 സംഭവിക്കട്ടെ. എന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒട്ടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടരുന്ന രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. എല്ലാ ഭക്ഷണത്തെയും വെറുത്തു, മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ രക്ഷിച്ചു. തന്റെ വചനമായി ചില സുഖപ്പെടുത്തി. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര യേശുവേ, യേശുനാമത്തിൽ പൈശാചിക ആത്മാക്കളെ ബന്ധിക്കുന്നു. 19:31 ബന്ധിക്കുന്നു. 1-18 ആത്മാക്കൾ 1-3-8 22 ബന്ധിക്കുന്ന യേശുനാമത്തിൽ 16 ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ചു 8:31 ബഹിഷ്കരിക്കുന്നു. ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ചു. സാത്താന്റെ കെട്ട് അഴിഞ്ഞു പോകട്ടെ. അഴിക്കുന്ന അഴിച്ചു മാറ്റുന്നു. എല്ലാത്തിനും പൈശാചിക മന്ത്രവാദങ്ങൾ, സഭയ്ക്കെതിരെ നടത്തുന്ന മന്ത്രവാദങ്ങൾ, കുടുംബങ്ങൾക്കെതിരെ നടത്തുന്ന മന്ത്രവാദങ്ങൾ, ഞങ്ങൾക്കെതിരെ വരുന്ന മന്ത്രവാദങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള മന്ത്രവാദങ്ങൾ, പൈശാചികത്തെ ആരാധിച്ചിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, വിഗ്രഹാരാധനയ്ക്ക് പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, സത്യവിശ്വാസം ഉപേക്ഷിക്കപ്പെടുന്ന കുടുംബാംഗങ്ങൾ, 1-ാം പ്രമാണം ലംഘിച്ചുള്ള മാതാപിതാക്കൾ, പൂർവികർ മരിച്ചുപോർ ജീവിച്ചിരിക്കുന്നവർ, ഞങ്ങൾ ആരെങ്കിലും അത്തരം വഴികളുടെ രഹസ്യമായി പരസ്യമായി പോയിട്ടുണ്ടെങ്കിൽ, തിരുസഭയുടെ വിശ്വാസത്തിനെതിരെ പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ട്, ഈ കൂട്ടായ്മയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മകനോ മകളോ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവൻ്റെ മേൽ അവളുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ആത്മാക്കളോട് ഞാൻ കൽപ്പിക്കുന്നു. ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ നാമത്തിൽ ജോബ് 40:10-12 വചനം കൊണ്ട്
ശോഭന പുസ്തകം 10, 12, 14, 15 വചനം കൊണ്ട്, യേശുനാമ സംഗീതം 107, 16, 20 വചനം കൊണ്ട്, സംഗീതം 2, 6 തൊട്ട് 10 വചനം കൊണ്ട്, അതായത് 12, 28, 29 വചന അധികാര കൃപ കൊണ്ട് ബന്ധിക്കുന്ന നാമത്തിൽ ബന്ധിച്ച് ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോ. ബഹിഷ്കരിക്കുന്ന യേശുനാമത്തിൽ രക്തം. ചങ്ങലകളെല്ലാം പൊട്ടിപ്പോകട്ടെ, ചങ്ങലകളെല്ലാം പൊട്ടിപ്പോകട്ടെ. 3 ബാലന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുപോലെ, കൈകാലുള്ള ബന്ധനം അടിച്ചു മാറ്റിയതുപോലെ ഈ സമയത്ത് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കൾ, സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന മക്കൾ, അവരുടെ അടുക്കിലേക്ക് മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ, മാലാഖ കടന്നു ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബന്ധനം മൊത്തം അഴിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങൾ സുഖം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. സാമ്പത്തിക പൈശാചിക ബന്ധനം അടിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ജോലി ബന്ധനം അഴിച്ചു മാറ്റുന്ന കുടുംബ തകർച്ചകൾ അഴിച്ചു മാറ്റുന്ന വ്യഭിചാര, സ്വയംഭോഗ, സ്വവർഗ പൈശാചിക ചങ്ങലകളെ അഴിച്ചു മാറ്റുന്ന മദ്യപാന, പുകവലി, മയക്കുമരുന്ന് പൈശാചിക ചങ്ങലകളെ ആ മകനെ ആ മകളെ അഴിച്ചു മാറ്റുന്ന കുടുംബത്തിലെ കടബാധ്യതകളെ അഴിച്ചു മാറ്റുന്ന എല്ലാത്തരം രോഗപീഠകൾ, മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗത്തെയും മാനസിക രോഗത്തെയും ബന്ധിച്ച് അഴിച്ചു മാറ്റുന്ന ഒരു കുടുംബത്തിലോ ഇവരെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പൈശാചിക ആത്മാക്കള്, വ്യക്തികളുടെ, വസ്തുക്കളുടെ, സാഹചര്യങ്ങളുടെ, ആളുകളുടെ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നു. സത്യദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങള്, ഹൃദയത്തോടെ ആരാധിക്കുന്ന ഞങ്ങള്, ഹൃദയത്തോടെ ആരാധിച്ച് മഹത്വപ്പെട്ടു മാത്രം ദൈവം തെറ്റ് പറയുന്നു. ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധവും ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പ പിതാവിനെ ആരാധിക്കുന്നു, വിശ്വസിയായി ആരാധിക്കുന്നു, പരിശുദ്ധനെ ആരാധിക്കുന്നു. മറ്റെല്ലാ വിശ്വാസങ്ങളും തള്ളി പറയുന്ന യേശുനാമത്തിൽ ഒറ്റ വിളിച്ചോ. യേശുനാമത്തിൽ ശ്വാസിക്കുന്നു. ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങളുണ്ട്, ചങ്ങലകളെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഇവിടെ ഉണ്ടെങ്കിൽ, യേശുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, യേശുവിനെ മാത്രം ആരാധിക്കുന്ന മക്കള്, യേശു ദൈവമായി അംഗീകരിച്ചിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ആ മകന്റെ മകളുടെയും ആ മേഖലയിലെ ചങ്ങലകൾ അഴിഞ്ഞു പോകട്ടെ എന്ന് യേശുനാമത്തെ കൽപ്പിക്കുന്നു. സാത്താന്റെ കെട്ട് അഴിച്ചു മാറ്റിയിരിക്കുന്നു. തിരുസഭയിൽ എനിക്ക് പൗരോഹിത്യത്തിന്റെ കൃപയധികാരം വെച്ചുകൊണ്ട്, ലൂക്കാ 9:2 അധികാരം ഉപയോഗിച്ചുകൊണ്ട് അഴിച്ചു മാറ്റുന്ന സാത്താന്റെ ചങ്ങല അടിച്ചു മാറ്റി ഈ കൂട്ടായ്മയിൽ ഓരോ മകന്റെ മകളുടെ ബന്ധം അടിച്ചു മാറ്റുന്നു. ഒറ്റ വിളിച്ചോ. ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കരങ്ങളുയർത്തി സ്തുതിക്കുന്നു. സാമ്പത്തിക മേഖല പൈശാചികൾ സത്യദൈവത്തെ മാത്രം ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു. അങ്ങനെ കഴിയുന്ന മക്കൾ ആരെല്ലാം ബന്ധനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, കടബാധ്യതയുടെയും സാമ്പത്തിക തകർച്ചകളുടെയും പൈശാചിക പീഡകളെ ബന്ധിക്കപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ, ഏകദൈവവും ഏകർത്താവും യേശു മിശിഹായ്ക്ക് 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന മക്കളാണ്. അവന്റെ മേൽ അവന്റെ കുടുംബത്തിലുമുള്ള കടബാധ്യതകളും സാമ്പത്തിക തകർച്ചകളും പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഒറ്റ വിളിച്ചോ.
സൃഷ്ടാവായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിച്ചേറ്റ് പറയുന്നു. അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിച്ചേറ്റ് പറയുന്നു. ഈശോ മാത്രമാണ് ദൈവമെന്ന് ഞങ്ങൾ അംഗീകരിച്ചേറ്റ് പറയുന്നു. പരിശുദ്ധമായ സഭയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബന്ധിക്കുന്നു, ശാസിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളാൽ ബന്ധിക്കപ്പെട്ട മക്കൾ, സാത്താന്റെ പീഡയാൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളോ, സാത്താന്റെ പീഡയാൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, അവർ യേശുവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ യേശു നാം വിളിച്ച പക്ഷികളിൽ രക്ഷ പ്രാപിക്കും. യേശുവിന്റെ ഹൃദയത്തിൽ ആരാധിക്കുന്ന മക്കൾ രക്ഷപ്പെടും. അവന്റെ കുടുംബത്തിലെ പൈശാചിക ബന്ധനം അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അവളുടെ കുടുംബത്തിലെ പൈശാചിക ബന്ധനം നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അവന്റെ കുടുംബത്തിലെ രോഗിയായ കുഞ്ഞുങ്ങൾ സുഖം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്ന മക്കളുടെ കുടുംബത്തിലെ പൈശാചിക ബന്ധനം അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ നാവിന്റെ കെട്ടഴിഞ്ഞ് യേശുവെ കുഞ്ഞുങ്ങളെ വിളിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. മാരക രോഗികൾ സുഖം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. മാനസിക രോഗികൾ സുഖം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്നവരുടെ അടുക്കിലേക്ക് ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നുണ്ട്. അവർ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന യുവതികൾ, യുവാക്കൾ യേശുവിനെ വിളിക്കുക. അവരുടെ ബന്ധനം കർത്താവ് അഴിക്കുന്നു. മാലാഖമാർ വന്ന് അടിക്കട്ടെ. ബന്ധിച്ചഴിക്കുന്ന മദ്യപാന, പുകവലി, മയക്കുമരുന്ന്, ലഹരികളുടെ പൈശാചിക ബന്ധനം കഴിയുന്ന മക്കള് യേശുവെന്ന് വിളിക്കുന്നു. യേശുനാമത്തെ അവരുടെ ബന്ധനം അടിയട്ടെ. ഒറ്റ വിളിച്ചോ. സംഗതികളെല്ലാം പൊട്ടിപ്പോകട്ടെ. ഞങ്ങൾ തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, ക്യാൻസറുകൾ, കരകുടിയേർത്ത് കണ്ണടച്ച് സ്തുതിക്കുന്നു. കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചോളൂ. ഈശോയെ ആരാധിക്കണം. കണ്ണടയ്ക്കുന്ന ഹൃദയം കൊണ്ട് ഈശോ ആരാധിക്കാൻ വേണ്ടിയാണ് കണ്ണടയ്ക്കുന്നത്. എനിക്ക് എൻ്റെ കർത്താവ് മാത്രമല്ല. എൻ്റെ കർത്താവേ എൻ്റെ ദൈവം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ ദൈവം. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഉറക്കെ പറഞ്ഞു. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. കരകുടിയുയർത്തിപ്പിടി തോമാശ്ലീഹായോടൊപ്പം യേശുവിനെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയട്ടെ. യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് ഏറ്റുപറയുന്ന മക്കളുടെ മേലുള്ള പാപരോഗ പൈശാചിക ബന്ധനങ്ങൾ അടിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. സാത്താനെ ബന്ധിക്കുന്നു. ഉദരരോഗങ്ങൾ കരകുടിയുയർത്തി കണ്ണടച്ച് സ്തുതിക്കട്ടെ. ഉള്ളുകൊണ്ട് ഈശോ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കരകുടിയുയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. വിശ്വാസം കുറയുന്ന മക്കളെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. പല വിചാരങ്ങളിലേക്ക് പോകുന്ന മക്കൾ മാറ്റും. ഈ സമയത്ത് ഒന്നാം സ്ഥാനം ആർക്കാണ് കൊടുക്കേണ്ടത്? ആ ആൾക്ക് മാത്രം കൊടുക്കുക. ഈ സമയത്ത് ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? അത് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഈ സമയത്ത് ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം തീരുമാനിക്കുക. അത് നീ തീരുമാനിക്കണം. യേശുനാമത്തിൽ ബന്ധിക്കുന്ന മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, ഉദരരോഗങ്ങൾ, വൻകുട ചെറുകുട രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ലിവർ ക്യാൻസർ, ട്യൂമറുകൾ, ഉദരരോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് രോഗങ്ങൾ, ശ്വാസ സംബന്ധമായ പൈശാചിക രോഗങ്ങൾ, തട്ടൽ സംബന്ധമായ രോഗപീഠകൾ, നടുവിന്റെ വേദന രോഗങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ, ട്യൂമർ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ക്യാൻസറുകൾ, ബ്ലഡ് ക്യാൻസർ, ബോൺ ക്യാൻസർ, ട്യൂമറുകൾ, ശരീരത്തിലെ രോഗപീഠകൾ, മാരക പൈശാചിക ബന്ധനങ്ങൾ, വായിക്കാത്ത ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, രോഗങ്ങൾ, രോഗികളെ കുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. ഈശോയെ അങ്ങനെ കൈകൾ നീട്ടിയ കുഞ്ഞു തുറമേ. യേശുവിനെ ദൈവം കർത്താവുമായിട്ട് ഏറ്റു പറയുന്ന സമയം നാവിന്റെ കെട്ട് അഴിയട്ടെ. നാവിന്റെ കെട്ട് രോഗങ്ങൾ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, കണ്ണിനകത്തുള്ള മാരക രോഗങ്ങൾ, ചെവിക്കകത്തുള്ള മാരക രോഗങ്ങൾ, തലയിലുള്ള മൈതനങ്ങൾ, തലമുടി കൊടിയുന്ന രോഗങ്ങൾ, പാദങ്ങളുടെ വേദന, മുട്ടിന്റെ രോഗങ്ങൾ,
കാലിന് അസ്ഥികളിൽ മാംസത്തിൽ മറ്റു രോഗങ്ങളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്ന ബന്ധിച്ച് ദുഃഖം 8:31 ബഹിഷ്കരിക്കുന്ന ഒറ്റ വിളിച്ചോ അഴിക്കുന്ന യേശുനാമത്തെ അഴിക്കുന്നു. എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ. സാത്താന്റെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു പോകുന്നു. കൈകാലുകളുടെ ബന്ധനം തലമുറകളുടെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തെ അഴിഞ്ഞു പോകട്ടെ. യേശു രക്തത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഉദരരോഗങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികൾ രോഗപ്പെടുകൾ, സെക്ഷൽ ഡിസീസ്, എല്ലാത്തിലും ലൈംഗിക രോഗങ്ങൾ, പ്രോസ്റ്റേറ്റിക് ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കാൽമുട്ടിന്റെ രോഗങ്ങൾ, കാൽ അസ്ഥി തളർവാദ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ആൻസൈറ്റിയുടെ ഭയങ്ങൾ, പൈശാശക്തികളുടെ ബന്ധനത്തിൽ പൈശാശക്തികളാൽ രോഗികളായി തീർന്നിരിക്കുന്ന മക്കളാരല്ല മക്കൾ ഈ കൂട്ടായ്മ അവരെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. യേശു പത്രോസ്ലിഹ പറഞ്ഞു, യേശുവിന് നാമം വിളിച്ചപേക്ഷകരെല്ലാം രക്ഷ പ്രാപിക്കും. യേശുവിന് നാമം വിളിച്ചപേക്ഷകരെല്ലാം രക്ഷ പ്രാപിക്കും. ആ രക്ഷയുടെ അനുഭവം ശരീര മാനസികാത്മീയ രക്ഷാനുഭവം ഉണ്ടാകാൻ വേണ്ടി യേശുവെ എന്ന് വിളിക്കുമ്പോൾ യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ബഹിഷ്കരിക്കുന്ന തകർച്ചകളെ ബന്ധിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന പൈശാചികതകളെ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന വെറുപ്പിന്റെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഒറ്റ വിളിച്ചോ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ബന്ധിക്കുന്നു ശാന്തിക്കുന്നു. സത്താന്റെ കെട്ട് അഴിഞ്ഞു പോകട്ടെ. എല്ലാ മക്കളും ബന്ധനം അടിയിട്ട് കൈയടിച്ച് പാടി ഈശോയെ ആരാധിക്കണം. ഈ സമയത്ത് ആരെയാണ് ആരാധിക്കുന്നത്? നീ ആരെ ആരാധിക്കുന്നത്? എന്നേക്കുമായിട്ട് ഈശോയ്ക്ക് ജീവിതം കൊടുക്കണം. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോവാ. കരകുടിയാട്ടി ദൈവമക്കൾ പാടുന്നു, ചേർന്ന് പാടുന്നു, ഉച്ചസ്വരത്തിൽ പാടുന്നു, കൈകൾ കൊട്ടി പാടുന്നു. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, മാനവരക്ഷകനേശുവേ, ലോകരക്ഷകനേശുവേ, വേഗരക്ഷകനേശുവേ, പാപമോചകനേശുവേ, സൗഖ്യദായകനേശുവേ, വചനത്തികവാമേശുവേ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. ഒറ്റവിളിച്ചോയേ ശക്തിയോടെ കഴിച്ച് പരകുളിയാട്ടി അഭിഷേകം എത്തിക്കുന്ന ദിവസം രക്ഷയെ പോകുന്നതിനോട് പോട്ട് എത്തിക്കുന്ന സൗഖ്യദായകനേശുവേ, കരുണത്തികവാമേശുവേ, കാരുണ്യത്തിൻ ഉറവിടമേ, സ്നേഹത്തിന്റെ ഉറവിടമേ, ഈശോയെ വിളിക്കുന്നു. ദുഃഖം നൽകി പാടുന്നു, സഹനം നൽകി പാടുന്നു, ഓട്ടം നൽകി പാടുന്നു, രോഗം നൽകി പാടുന്നു, മുറിവുകൾ നൽകി പാടുന്നു, വേദന നൽകി പാടുന്നു, പകർച്ചകൾ നൽകി പാടുന്നു,
ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ വിളിച്ചോ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നാമത്തിൽ ബന്ധിക്കുന്നു ഒറ്റ വിളിച്ചോ ബന്ധിക്കുന്നു ശക്തികളെ ബന്ധിക്കുന്നു രക്തത്തെ കൈകളടിച്ച് ഫാദർ സതതം ഹല്ലേലൂയ ഫാദർ സതതം ഹല്ലേലൂയ പുത്രൻ സതതം ഹല്ലേലൂയ പുത്രൻ സതതം ഹല്ലേലൂയ ആത്മന സതതം ഹല്ലേലൂയ ആത്മന സതതം ഹല്ലേലൂയ പ്രിയേക ദൈവമേ ആരാധന പ്രിയേക ദൈവമേ ആരാധന പ്രിയേക ദൈവമേ ആരാധന ഹല്ലേലൂയ 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 ഹോശാന 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 വിളിച്ചോ കരമുയർത്തുന്നു